വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാല സോസേജും അതുപയോഗിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് ബാച്ചിലേഴ്സിനും മറ്റും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പിന്നെ വല്ലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും പറ്റിയ ഒന്നാണിത്. ഇതിനായിട്ട് ഇതുപോലെയുള്ള 6 പീസ് സോസേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല തേക്കുന്നതിനായിട്ട് ഇതുപോലെ ചെരിച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സോസേജിലേക്ക് നമ്മളൊരു മസാല തേച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഞാൻ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സോസേജിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അല്പം ഓയിലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് സോസേജിൽ തേക്കാനുള്ള ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. വെള്ളം എത്ര വേണ്ടതനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സോസേജ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അത് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇത് രാവിലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി തന്നെ മസാല തേച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ഒന്ന് ഫ്രൈ ചെയ്തങ്ങ് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ എളുപ്പമായിരിക്കും. മിനിമം അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സോസേജിൽ മസാലയെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ സോസേജൊക്കെ ആണ്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നത്. ഫ്രൈ ചെയ്യുമ്പം നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സോസേജും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മസാല സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ സോസേജ് ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ നിന്ന് അല്പം എടുത്തിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഒരു പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് അല്പം സോയ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ സോസ് ഒഴിച്ചിട്ട് 1-2 സെക്കൻഡും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സാൻഡ്വിച്ച് ആക്കാൻ പോകുന്നത് ഇതുപോലെ വീറ്റ് പൊറോട്ടയിലാണ്. ചപ്പാത്തിയിലെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഈ പൊറോട്ട ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പൊറോട്ടയും നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്കൊരു ബട്ടർ പേപ്പർ എടുക്കാം. അതിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് വഴറ്റി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസും അതുപോലെ സോസേജും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് സോസ് ആണെങ്കിലും അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. താങ്ക്